Sachin's age after 15 years will be 5 times his age 5 years back. Present age of Sachin. അപ്പോൾ നമുക്ക് ലെറ്റ് പ്രസൻറ്റ് ഏജിനെ പി എ എന്നെടുക്കാം, ബി എക്സ്. അപ്പോൾ സച്ചിൻസ് ഏജ് ആഫ്റ്റർ 15 ഇയേഴ്സ്, അപ്പോൾ എക്സ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ പ്ലസ് 15 വിൽ ബി 5 ടൈംസ് ഹിസ് ഏജ്. ഹിസ് ഏജ് എന്ന് പറയുമ്പോൾ സച്ചിൻസ് ഏജ് നമ്മൾ എക്സൈഡ് ആണ് എടുത്തത്. 5 ഇയേഴ്സ് ബാക്ക്, അപ്പോൾ -5. അപ്പോൾ സച്ചിൻസ് ഏജ് എക്സ് ആഫ്റ്റർ 15 ഇയേഴ്സ് will be 5 times his age 5 years back. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഇതൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് 15 ഇസ് ഈക്വൽ ടു അകത്തോട്ട് മൾട്ടിപ്ലൈ 5x മൈനസ് 5 ഇൻറ്റു 5 25. എക്സിൻ്റെ ടേംസ് ഒരു സൈഡിൽ കൊണ്ടുവരാം, എൽ എച്ച് എസിൽ കൊണ്ടുവരാം. എക്സ് മൈനസ് 5x is equal to -25 minus 15 minus 4x is equal to -40. നമുക്ക് 4xനെ അപ്പോൾ രണ്ടിടത്തും മൈനസ് ഉണ്ട്, ക്യാൻസൽ ആവും. 4x 40, x is equal to 10. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10 ആണ്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. ആൻസർ ചെക്ക് ചെയ്യുമ്പം എന്താണ്, വേറൊന്നുമില്ല. നമുക്ക് എക്സ് പ്ലസ് 15 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് മൈനസ് 5. ആ ഇക്വേഷനിൽ നമുക്ക് എക്സിന് പകരം 10 ഇട്ട് കൊടുക്കാം. അപ്പം -25, 10 plus 15, 25 is equal to 5 into 10 minus 5, 5. 25 is equal to 25. A is 2 years older than B, who is twice as old as C. അപ്പോൾ നമുക്ക് ഇവിടെ സിയുടെ ഏജ് നമുക്കിവിടെ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ലെറ്റ് സിയുടെ ഏജ് എക്സ് എന്ന് എടുക്കാം. ബി ഹൂ ഈസ് ട്വൈസ് ഇസ് ഓൾഡ് എസ് സി. അപ്പോൾ ബി എന്ന് പറയുന്നത് 2x ആണ്. എ ഈസ് 2 years older than ബി. അപ്പോൾ ഇവിടെ 2x, ബി 2x ആണ്, +2. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് കറക്റ്റായി. എ ഈസ് 2 years older than ബി. ബി 2x, 2 years older. ഓൾഡർ എന്ന് പറയുമ്പോൾ +2. ബി ഹൂ ഈസ് ട്വൈസ് ഇസ് ഓൾഡർ സി. അപ്പോൾ സി എക്സ് എന്ന് എടുക്കാം, ബി 2x. ദ ടോട്ടൽ ഏജസ് ഓഫ് എ, ബി ആൻഡ് സി ബി, ബി 27. അപ്പോൾ നമുക്ക് ഇത് മൂന്നും കിട്ടി. 2x + 2 + 2x + x is equal to 27. അപ്പോൾ 2xും 2xും നമുക്ക് 5x is equal to 27 minus 2 is equal to 25. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5x എത്ര കിട്ടി? 25 എന്ന് കിട്ടി. therefore എക്സ് എന്ന് പറയുന്നത് 5. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഹൗ ഓൾഡ് ഇസ് ബി. ബി എന്ന് പറയുന്നത് 2x, 2 × 5 10. ഇനി ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. എ എന്ന് പറയുന്നത് 2x + 2, 2x എന്ന് പറയുന്നത് 10 + 2 12. സി എന്ന് പറയുന്നത് എക്സ് ആണ്, 5. ടോട്ടൽ ഏജസ് നമുക്ക് ഇതിൻ്റെ സമ്മ് 27 ആണ്. 10 + 12 + 5. ബി എ സി is equal to 27. Percentage of S and J are in the ratio 5:4 respectively. So S A. Present. ഒരു വേരിയബിൾ കൊടുത്ത് അസൈൻ ചെയ്യാം. 5x
4x. 3 years hence, 3 years hence, the ratio will become 11:9. So 5x plus 3, 4x plus 3. 5x plus 3 divided by 4x plus 3 is equal to 11 by 9. So 9 നമുക്ക് ഇവിടെ കൊടുക്കാം into 5x plus 3 is equal to 11 into 4x plus 3. അതോട്ട് multiply 9 into 5, 45x plus 9 into 3, 27 is equal to 44x plus 11 into 3, 33. എക്സിൻ്റെ ടേംസ് ഒരു സൈഡിൽ കൊണ്ടുവരാം. 45x മൈനസ് പ്ലസ് ഇപ്പം അതായത് ആർ എച്ച് എസിൽ പ്ലസ് ആയിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആകും 33. എൽ എച്ച് എസിൽ ഇവിടെ 27 പ്ലസ് 27 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 27. എക്സ് എന്ന് പറയുന്നത് നമുക്ക് 6 എന്ന് കിട്ടി. ചോദിച്ചിരിക്കുന്നത് ഏസ് പെർസെൻറ്റേജ്. അപ്പോൾ ഏസ് പെർസെൻറ്റേജ് പി എന്ന് കൊടുക്കാം. 4x ആണ്. 4 into 6, 24. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ 5x 5 into 6, 30. ഇത് എസും 4 into 6, 24. A 3 years hence plus 3, 33 plus 3, 27. ഇതിൻ്റെ റേഷ്യോ എടുക്കാം. 33:27. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11, 9. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11:9. Padmini is 40 years old and Krishna is 60 years old. How many years ago was their ratio of ages 3:5? അപ്പോൾ നമുക്ക് ആ ഒരു ഹൗ മെനി ഇയേഴ്സ് എന്നുള്ളതിന് നമുക്കൊരു വൈ എന്നൊരു വേരിയബിൾ അസൈൻ ചെയ്യാം. അതായത് 40 മൈനസ് വൈ, ഹൗ മെനി ഇയേഴ്സ് എഗോ. അപ്പോൾ മൈനസ് വൈ ഡിവൈഡഡ് ബൈ കൃഷ്ണയുടെ ഏജ് 60 മൈനസ് വൈ വാസ് ദിയർ റേഷ്യോ ഓഫ് ഏജസ് 3:5. സോ 3/5. അപ്പം നമുക്ക് നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലൈ 5 into 40 minus y is equal to 3 into 60 minus y. 5 into 40, 200 minus 5y is equal to 3 into 60, 180 minus 3y. 200 minus 180 is equal to minus 3y. ഈ മൈനസ് 5y ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 5y ആണ്. 200 മൈനസ് 180, 20 is equal to 2y. അപ്പോൾ y എന്ന് പറയുന്നത് 20/2, 10. അപ്പോൾ ഹൗ മെനി ഇയേഴ്സ് എഗോ? 10 years ago ആണ് അവരുടെ റേഷ്യോ ഓഫ് ഏജസ് 3:5. അപ്പം നമുക്കത് ചെക്ക് ചെയ്യാം. പി കെ. അപ്പോൾ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 40, 60. നമുക്കിപ്പോൾ 10 years എഗോ ആണെന്ന് കിട്ടി. 10 years എഗോ. അപ്പോൾ 40 minus 10, 30. അപ്പോൾ 60 minus 10, 50. 30:50. എൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 3:5. അപ്പോൾ 10 years എഗോ ആണ് was their ratio of ages 3:5.
So answer 10 years ago.